ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. മുട്ടയും ബണ്ണും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കൂടുതൽ എണ്ണയൊന്നും ഇല്ലാതെ ഒരു കിടിലൻ ബണ്ണ് നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര ഫേവറായിട്ടുള്ളൊരു ഐറ്റം ആയിരിക്കുമല്ലോ ബണ്ണ് നിറച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാദ്യം തന്നെ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടുന്ന മുട്ട ഞാനിവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബണ്ണിന് ഹാഫായിട്ടാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ചില ബണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു മുട്ട മൊത്തത്തിലായിട്ട് കൊള്ളും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അറിയാമല്ലോ, നോർമൽ നമ്മൾ വേവിക്കുന്ന പോലെ തന്നെ നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ 1-2 എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് വട്ടത്ത് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില നല്ലപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ ചേർക്കുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ തന്നെ ചേർക്കണേ, അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര സിമ്പിൾ സ്നാക്കാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇത് മാത്രം മതി കേട്ടോ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിൾ ഫില്ലിംഗ് അല്ലേ ഇത്. അപ്പോൾ ബണ്ണ് നിറച്ചത് പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. ചിക്കൻ്റെ ഫില്ലിങ്ങും ബീഫിൻ്റെ ഫില്ലിങ്ങും ഒക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഏറ്റവും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കാണല്ലോ, അതിന് പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെ ഇതൊരു ട്രഡീഷണൽ രീതിയിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ബണ്ണെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലത്തെ ബണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബണ്ണ് പല ടൈപ്പ് കിട്ടുന്നുണ്ട്, അതായത് ഭയങ്കര ചെറിയ സൈസും ഉണ്ട്, കുറച്ച് വലിയ സൈസും. അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ച് നമുക്കിതിലേക്ക് മുട്ട ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അതും ഇതുപോലെ 2 അകിടിത്തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നേരെ പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് ഫില്ലിംഗ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബണ്ണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബണ്ണ് നിറച്ച് 2 രീതിയിൽ ഉണ്ടാക്കാം. അതായത് ഒന്നിക്ക് ഇതുപോലെ അടിഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സൈഡിൽ നീളത്തിൽ കീറിയിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടെ. അത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ സൈഡിൽ ഇതുപോലെ കത്തി വെച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരയിട്ടിട്ട് ഒരു കീറിട്ട് കൊടുക്കുമല്ലോ നമുക്ക് ഓപ്പണായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു വിരൽ കൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്പോഞ്ച് ഉന്ന പോലത്തെ സംഭവം ഉണ്ടാവുമല്ലോ ബണ്ണിൻ്റെ ഉള്ളിൽ, അതിനൊന്ന് സൈഡ് ആക്കി കൊടുക്കട്ടെ, 2 സൈഡിലും ആക്കിയിട്ട്. കാരണം നമുക്ക് ഫില്ലിങ് വെക്കാനുള്ള ഗ്യാപ്പ് ആക്കി ഒരു ഹോളാക്കി മാറ്റണം. ഇതുപോലെ. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഉള്ളി മസാലയില്ലേ അത് കുറച്ച് നിറച്ച് കൊടുക്കുക. എന്നിട്ട് എത്രത്തോളം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലുപ്പത്തിനനുസരിച്ച് മസാല ഇതിലേക്ക് കൊള്ളും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള മുട്ടയില്ലേ അതിൻ്റെ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഉള്ളി മസാല നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഉള്ളിൽ ഭയങ്കര ഹോള് കൂടുതലുള്ള ബണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട മൊത്തത്തിലായിട്ട് നിങ്ങൾ വെച്ച് കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബണ്ണ് നിറച്ച് ഭയങ്കര സിമ്പിളല്ല, അങ്ങനെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് നിറച്ചതെന്ന് പറയുന്നേ ഇല്ലല്ലോ. ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഒട്ടിക്കോളും. അപ്പോൾ അടുത്തതും ബാക്കിയുള്ളതും മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബണ്ണൊക്കെ മൊത്തത്തിൽ ഫില്ലിംഗ് ഒക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്യേണ്ട പരിപാടിയുള്ളൂ. പരിപാടി കഴിഞ്ഞാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. പാൽ ഒരുപാട് ഗുണമുണ്ട് കേട്ടോ, 2 മാക്സിമം 3 ടേബിൾ സ്പൂൺ അത്ര മതി. പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പ്, 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ നെയ്യാണ് ചേർത്തുണ്ടെങ്കിൽ, നെയ്യ് എന്തായാലും വേണം കേട്ടോ, അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെറും നെയ്യ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതിയേ.
ഇനിയിപ്പോൾ അടുത്തത് ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക പാൻ്റെ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ബണ്ണ് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ സൈഡിലേക്കും ആ ഒരു ഫില്ലിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സൈഡിൽ അതൊക്കെ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കണേ. എന്നിട്ട് ആദ്യം തന്നെ ആ ഒരു ഫില്ലിങ് കട്ട് ചെയ്ത് വെച്ച ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ പാനിൽ. എന്നിട്ട് വേണം ബാക്കിയുള്ള സൈഡൊക്കെ ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഫില്ലിങ് ആ സമയമാകുമ്പോഴത്തേക്ക് പുറത്താവാതെ അവിടെ ഒട്ടി നിന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളത് മൊത്തത്തിൽ അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ വെച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. കാരണം ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആദ്യം ഇട്ടത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ആദ്യം ഓപ്പൺ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കട്ടെ, എങ്കിൽ അവിടെ ഒട്ടി നിന്നോളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടി ഒന്നും നമ്മൾ നോർമൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല, അതേപോലെ ബ്രെഡ് വാട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ബണ്ണ് വാട്ടിയെടുക്കുക, അത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുക, തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കുക, മൊത്തത്തിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ പരിപാടി. അപ്പോൾ നമ്മൾ ബണ്ണ് എപ്പോഴും എടുക്കുമ്പം പുതിയത് വാങ്ങിക്കാൻ നോക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല സ്പോഞ്ച് പോലത്തെ എങ്കിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിലൊന്ന് എല്ലാ സൈഡും ഒക്കെ ഒന്ന് എന്താ പറയുക പാനിൽ തട്ടിച്ചെടുക്കണേ. കാരണം മുട്ടയുടെ ആ ഒരു ഗമ്മെല്ലാം അവിടെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ തിരിച്ചൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ചൊന്ന് തടവി കൊടുക്കട്ടെ, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇതുപോലെ റെഡി ആയതിന് ശേഷം കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബണ്ണ് നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? മുട്ടയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്